ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കോഫി ഹൗസിൽ കിട്ടുന്നൊരു മസാല ദോശ ട്രൈ ചെയ്താലോ? അതിനുവേണ്ടി 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അപ്പോൾ ഒരു പകുതി ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളക് നടുവേ കീറിയതും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് 4 വിസിലടിച്ച് വേവിക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് പരിപ്പും കടുകും പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചതാണ്. നല്ല ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള വഴറ്റിയതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവോളയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 പിഞ്ച് ഗരം മസാലയും ചേർത്ത് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ദോശത്തവയിലേക്ക് ദോശമാവ് ഒഴിച്ച് നന്നായി വട്ടത്തിൽ പരത്തി ദോശ നന്നായി മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി ദോശ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് മസാല ചേർത്തത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മടക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മസാല ദോശയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.